ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം ഇന്നലെ നടന്ന കാർ ബോംബ് സ്ഫോടനത്തിന്റെ അന്വേഷണം NIA ഏറ്റെടുത്തു. ഫരീദാബാദിൽ അറസ്റ്റിലായ സംഘവുമായി ബന്ധപ്പെട്ട നിരവധി പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്ഫോടനത്തിന്റെ സൂത്രധാരനെന്ന് കരുതുന്ന ഉമർ മുഹമ്മദിന്റെ DNA പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കുറ്റവാളികളെ ഉടൻ കണ്ടെത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, ഇന്നിപ്പോൾ അമിത്ഷായുടെ നേതൃത്വത്തിൽ സുരക്ഷാ അവലോകന യോഗം ഉൾപ്പെടെ ചേർന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ നിഗമനത്തിലേക്കാണ് നിലവിലിപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്? ഈ ഉമർ മുഹമ്മദ് ഇയാൾ ആരാണ്? അമൃതൊരു ഭീകരാക്രമണം തന്നെയാണ് ഡൽഹിയിൽ നടന്നത് എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളും ഡൽഹി പോലീസും എത്തിച്ചേർന്നിരിക്കുന്നത്. ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇതുവരെ ഈ വിഷയത്തിൽ നടന്നിട്ടില്ലെങ്കിലും കർശന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അന്വേഷണ ഏജൻസികൾക്ക് നൽകിയിരിക്കുന്നത്. ഈ കുറ്റവാളികളെ വേട്ടയാടി പിടിക്കണം എന്ന നിർദ്ദേശം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്നു. ഈ അന്വേഷണ ഏജൻസികളുടെ കടുത്ത നിലപാടുകൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി ഈ യോഗത്തിന് ശേഷം അമിത്ഷാ ഇപ്പോൾ എക്സിൽ കുറിച്ച പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിലും കേസ് അന്വേഷണം NIA ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഭീകരവാദവും അതുപോലെ തന്നെ രാജ്യവിരുദ്ധ കേസുകളാണ് NIA ഏറ്റെടുക്കുന്നത്. അപ്പോൾ കൃത്യമായി ഇതിലൊരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. കുറ്റക്കാർക്കെതിരെ അതിശക്തമായ നടപടിയും ഉണ്ടാകുമെന്നതാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഫരീദാബാദിലെ ഭീകര സംഘവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ടായ സ്ഫോടനത്തിന് പങ്കുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ഫരീദാബാദിൽ നിന്ന് വിവിധയിടങ്ങളിൽ ശക്തമായ പരിശോധന നടക്കുകയും സ്ഫോടക വസ്തുക്കളടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഉമർ മുഹമ്മദ് എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ ഈ കാർ ഓടിച്ചിരുന്നതും സ്ഫോടനം നടക്കുന്ന സമയത്ത് കാറിൽ ഉണ്ടായിരുന്നതുമെന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പോലീസ് പറയുന്ന പ്രകാരം ഇന്നലെ രാവിലെ 8 മണിയോടുകൂടി ഉമർ മുഹമ്മദ് I-21 വാഹനത്തിൽ ഡൽഹിയിലേക്ക് എത്തുന്നു. പിന്നീട് 3:20 ഈ സുനേരി പാർക്കിൽ എത്തുകയും അവിടെ ഏകദേശം 3 മണിക്കൂറോളം ഈ വാഹനം നിർത്തിയിടുകയും ചെയ്തിരുന്നു. പിന്നീടാണ് 6:22 വാഹനത്തിൽ പുറത്തേക്ക് വരികയും പിന്നീട് 6:55 സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തത്. അപ്പോൾ ഈ സമയം ഈ 3 മണിക്കൂർ, കാരണം 3:20 സുനേരി പാർക്കിൽ എത്തുന്ന ഉമർ മുഹമ്മദ് വാഹനത്തിനുള്ളിൽ ഇരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ആ സമയത്ത് മറ്റാരെങ്കിലുമായി കൂടിക്കാഴ്ചകൾ നടത്തിയോ, ഈ സ്ഫോടനത്തിൽ കൂടെ ആരെങ്കിലും പങ്കാളികളായിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ ഏജൻസികൾ പരിശോധിക്കും. അതുപോലെ തന്നെ ഉമർ മുഹമ്മദിന്റെ DNA പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. മാതാവിൽ നിന്ന് DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാതാവും സഹോദരനും പിതാവും നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇവരെ ചോദ്യം ചെയ്തു വരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഉമർ മുഹമ്മദ് ജോലി ചെയ്യുന്ന അൽഫല മെഡിക്കൽ കോളേജിൽ നിന്ന് 6 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർക്ക് ഭീകര സംഘടനകളുമായും അതുപോലെ തന്നെ ഭീകര പ്രവർത്തനങ്ങളുമായും പങ്കുണ്ടെന്നൊരു വിലയിരുത്തലിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും കുറ്റക്കാർക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൂടി ഇപ്പോൾ ഡൽഹി പോലീസ് ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സംഭവ സ്ഥലത്തേക്ക് ഉമർ മുഹമ്മദ് അടക്കമുള്ളവർ എത്തിയെന്നുള്ള കാര്യത്തിലായിരിക്കും ഒരു വ്യക്തത ഈ റിപ്പോർട്ട് വരുന്നതോടുകൂടി ഉണ്ടാകുക. എന്തായാലും NIA കേസ് അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു പ്രതികരണം കൂടി ഇപ്പോൾ NIAയുടെ ഭാഗത്തുനിന്ന് വരുന്നിരിക്കുന്നു. ഇന്നലെ മുതൽ ഡൽഹി പോലീസിനൊപ്പം അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു. ഔദ്യോഗിക അന്വേഷണം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും കുറ്റക്കാരെ ഉടൻ തന്നെ പുറത്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നതാണ് ഇപ്പോൾ NIA വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ശക്തമായ അന്വേഷണം ഉണ്ടാകും. ഒരു ഭീകരാക്രമണം എന്നതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ പരിശോധനയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുമായി ഇന്നലെ ഉണ്ടായ സ്ഫോടനത്തിന് പങ്കിടുന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ NIAയും പോലീസും വ്യക്തമാക്കുകയാണ്. അമൃത. ശരി, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.